ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷാറ് ഉന്നക്കായയുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ഇഡ്ഡലി കുക്കറിൽ പഴം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇങ്ങനൊരു രീതിയിലേക്കാണ് നമുക്ക് പഴം വേവിച്ചെടുക്കേണ്ടത്. അധികം പഴുക്കാത്ത പഴമാണ് നല്ലത്, അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ശേഷം അതിലേക്ക് അല്പം മിൽമ ആക്കി ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ നട്ട്സ് അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇത് പൊരിഞ്ഞിട്ട് ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു വലിയ സ്പൂണിൽ 1.5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ വേവിച്ചെടുത്ത പഴം നമുക്ക് നന്നായിട്ട് ഒടിച്ചെടുക്കാം. ഇതുപോലെ ഒടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം നന്നായി ഒടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ നന്നായി എണ്ണ പുരട്ടിയതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ പരത്തിയതിന് ശേഷം തേങ്ങയും ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോന്നും നമുക്ക് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. നമുക്ക് ഇത് മെല്ലെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നന്നായി പൊരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കോരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോന്നും നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 പഴം കൊണ്ട് നമുക്ക് വലിയ 13 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ് കുക്ക് ചെയ്യാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ. ബായ്.